ആടുജീവിതത്തിലെ നജീബ് സൗദിയിൽ 3.5 വർഷം മാത്രമേ ആടുജീവിതം നയിച്ചുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യാക്കോബിൻ്റെ ആടുജീവിതം നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏതാണെന്ന് അറിയാമോ? ഏകദേശം 20 വർഷം. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 29-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ജെനസിസ് 29:16 and 17. എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. ദൈവവചനത്തിൽ അനേക വേദ വനിതകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു സഭയിൽ ചെന്നാലും ഒരു കൂട്ടായ്മയിൽ ചെന്നാലും അവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് സഹോദരിമാരാണ്. അതുകൊണ്ട് ഒരു വേദ വനിതയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ എല്ലാവരും അബ്രഹാമിനെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും പൗലോസിനെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഒരു വനിതാ രത്നത്തെ ആരും സംസാരിച്ചതായിട്ട് അല്ലെങ്കിൽ അപൂർവമാണ്. അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ എല്ലാവരും സഹോദരിമാരുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ഒതുക്കി മാറ്റി നിർത്തുകയാണ് പതിവ്, അല്ലേ? ഞാൻ അതിന് വിപരീതമായി ഒരു സഹോദരിയെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ 2 പേരെ നമ്മൾ കണ്ടു. നമുക്കിഷ്ടമുള്ളതായ ഒരു കഥയാണ് അല്ലെങ്കിൽ ചരിത്രമാണ് യാക്കോബിൻ്റെ ചരിത്രം. യാക്കോബിൻ്റെ ചരിത്രം വളരെ ശക്തമായി ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നു പോവുകയും യാക്കോബ് പിന്നീട് ഇസ്രായേലായി തീരുകയും ഒരു വലിയ സാമ്രാജ്യമായി അത് മാറുകയും ഇന്നും ലോക ചരിത്രത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബാണല്ലോ ഇസ്രായേലായി മാറിയത്. ഇസ്രായേൽ ലോക ചരിത്രത്തിൽ തന്നെ എല്ലാ ദിവസത്തെയും പത്രമാധ്യമങ്ങളിൽ തന്നെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇസ്രായേൽ എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ഇസ്രായേൽ രൂപപ്പെട്ടത്? അവരിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച 2 പേരെയാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ ഒരാളെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. 2 പേര്. നമുക്കിതിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? ആർക്കെങ്കിലും പറയാമോ? ഈ 2 പേരിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? ആരെങ്കിലും ഒരാൾ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറഞ്ഞേ. 2 പേരുണ്ട്, ഒരാളെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇതിൽ ഏറ്റവും ഇഷ്ടം നമുക്ക് ആരെയാണ്? റാഹേലിനെ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? റാഹേലിനെയാണ് എല്ലാവർക്കും ഇഷ്ടം? അല്ലേ? ശ്വേതയ്ക്കും ഒക്കെ എതിരഭിപ്രായമുണ്ട്. ലേയാണ് പലർക്കും ഇഷ്ടം. അപ്പോൾ ലേയെ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? അല്ലേ? റാഹേലാണ്. ഞാൻ റാഹേലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. റാഹേലിന് വോട്ട് വളരെ കുറവാണോ? എത്ര പേരുണ്ട്? റാഹേലിന് വോട്ട് ചെയ്ത കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ, അല്ലേ? 2 പേരും നല്ലതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഞാനിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള ഭൂരിപക്ഷത്തോട് ചേർന്ന് ലേയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. എന്തുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ പേരും അല്ലെങ്കിൽ റാഹേലിനെ ഇഷ്ടമാണെന്ന് പറയാനായിട്ടിടയായി തീർന്നത്? നല്ലത് തന്നെയാണ്, അല്ലേ? റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. സുന്ദരിയായിരുന്നു. റാഹേലിനെ കുറിച്ച് പ്ലസ്സാണ് പറയുന്നത്. അവൾ വളരെ സുന്ദരിയായിരുന്നു. റേച്ചൽ വാസ് ബ്യൂട്ടിഫുൾ ഇൻ ഫോം ആൻഡ് അപ്പിയറൻസ്, അല്ലേ? കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ആളായിരുന്നു. എന്നാൽ ലേയെക്കുറിച്ച് നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞത് ആയിരുന്നു, അല്ലേ? ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. ലേയാസ് ഐസ് വെർ ഡെലിക്കേറ്റ്, ലേയാസ് ഐസ് വെർ ടെൻഡർ എന്നീ വേർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെലിക്കേറ്റായ, അത്ര ശോഭയില്ലാത്തതായ, മങ്ങിയ കണ്ണുള്ളവളായിരുന്നു ലേയ. ലേയുടെ കണ്ണിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയാനായിട്ടിടയായിത്തീരുന്നത് അല്പം അടഞ്ഞ കണ്ണായിരുന്നു, തുറന്ന കണ്ണ് അല്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ലേയുടെ കണ്ണിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റാഹേലിൻ്റെ കണ്ണ് ശോഭ കൂടിയത് അല്ലെങ്കിൽ നല്ല മിഴിച്ച്, നമ്മൾ കമലാക്ഷി എന്നുള്ള പേരുണ്ട്, ഭാരതത്തിൽ അങ്ങനെയുള്ള പേരുണ്ട്. അർത്ഥം എന്താണ്? താമരയുടെ കണ്ണുള്ളവൾ,
മീനാക്ഷി, മീനിൻ്റെ കണ്ണുള്ളവൾ. മീനിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന വിടർന്ന കണ്ണുകളാണ്. സഹോദരിമാർക്ക് എല്ലാം അങ്ങനെയുള്ള കണ്ണാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അതുപോലെ മാൻമിഴിയാൾ എന്നൊക്കെയാണ് അങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, മാനിൻ്റെ കണ്ണുള്ളവൾ. ഇവിടെ ലേയെക്കുറിച്ച് വളരെ നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് പരാമർശത്തോടു കൂടിയാണ് ലേയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. യാക്കോബിനെ ഈ കഥയിലുടനീളം കാണാനായിട്ട് സാധിക്കുന്നത് തൻ്റെ ഭാര്യയായ റാഹേലിനെ സ്നേഹിച്ചു. 20-ാം വാക്യത്തിൽ അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. യാക്കോബിൻ്റെ ജീവിതം ലാബാന് വേണ്ടി അല്ലെങ്കിൽ ലാബാൻ്റെ വയലിൽ പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ആദ്യമൊക്കെ യാക്കോബിനെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യാക്കോബ് ഒരു ആട് ജീവിതം നയിച്ചതായ മനുഷ്യനാണ്. ഒരാട് ജീവിതം. ഇവിടെ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ആട് ജീവിതം, നജീബിൻ്റെ ആട് ജീവിതം. അത് ബെന്യാമീൻ എഴുതിയതായ ഒരു നോവലാണ്, ഒരു റിയൽ സ്റ്റോറി ആസ്പദമാക്കിയാണ് ആ നോവൽ എഴുതാനായിട്ടിടയായിത്തീർന്നത്. ബെന്യാമീൻ്റെ ആടുജീവിതത്തിലെ നജീബ് സൗദിയിൽ 3.5 വർഷം മാത്രമേ ആടുജീവിതം നയിച്ചുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യാക്കോബിൻ്റെ ആടുജീവിതം നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏതാണെന്ന് അറിയാമോ? ഏകദേശം 20 വർഷം നീണ്ടു നിൽക്കുന്നതായ ഒരു ആടുജീവിതമാണ് യാക്കോബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയാണ്? 31-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യത്തിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. പകൽ വെയിൽ, ഈ മരുഭൂമിയിലെ പകല് വെയിൽ കൊണ്ടും രാത്രിയിലെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു റിയൽ ആട് ജീവിതം നയിച്ചതായ യാക്കോബ്, ഈ 20 സംവത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്ത് 14 സംവത്സരം നിൻ്റെ പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഞാൻ നിന്നെ സേവിച്ചു. അങ്ങനെ 20 വർഷം മരുഭൂമിയിൽ ആടുജീവിതം നയിച്ചതായ യാക്കോബിൻ്റെ 2 ഭാര്യമാരെയാണ് നമ്മളിവിടെ കണ്ടത്, റാഹേലും ലേയും. അതിൽ ലേയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കാനായിട്ടിടയായി തീർന്നത് ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, അല്ലേ? ശോഭ കുറഞ്ഞതായ, കാഴ്ചയിൽ അത്ര ഭംഗിയൊന്നും തോന്നാത്തതായ, യാക്കോബിന് തന്നെ ആദ്യമൊന്നും ഇഷ്ടപ്പെടാതിരുന്നതായ ഒരു വ്യക്തി. എന്നാൽ ഈ ലേയുടെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവം ലേയെ അനുഗ്രഹിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവം ലേയെ അനുഗ്രഹിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിന്ദാപാത്രവും പരിഹാസപാത്രവും ഒക്കെ ആയിത്തീരുമ്പോൾ നമുക്ക് ഒരു എടുത്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എടുത്ത് ധ്യാനിക്കാൻ സാധിക്കുന്നതായൊരു ബൈബിൾ ക്യാരക്ടറാണ് ലേയ എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മളവിടെ പിന്നീട് വായിക്കുന്നുണ്ട്, റാഹേലിനെ 30-ാം വാക്യത്തിൽ, 29-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ അവൻ റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. ലേയെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു യാക്കോബ് എന്ന് അധികമൊന്നും പരാമർശങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിലൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പിന്നീട് അത് മാത്രവുമല്ല, റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു എന്നുള്ള ഒരു പരാമർശം കാണാനായിട്ടും കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും യാക്കോബിൻ്റെ ഭവനത്തിൽ ഒറ്റപ്പെട്ടവളും പരിഹാസപാത്രവും നിന്ദാപാത്രവും തൻ്റെ സഹോദരിയുടെ ഒക്കെ മുന്നിൽ തൻ്റെ പിതാവ് തന്നെ വഞ്ചിക്കാനായിട്ടിടയായിത്തീർന്നു. തന്നെ ഇഷ്ടപ്പെടാത്തതായ ഒരാളെ തന്നെ പിടിച്ചു കൊടുത്ത് തൻ്റെ പിതാവ് തന്നെ വഞ്ചിച്ചു. അങ്ങനെയൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള സങ്കടകരമായ അവസ്ഥകൾ കടന്നു വരും. ഇവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതായൊരു വ്യക്തിയാണ് ലേയ എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 31-ാം വാക്യം ഞാൻ ആമുഖമായി പറഞ്ഞ് സമയം കളയുന്നില്ല. 31-ാം വാക്യത്തിൽ ദൈവം ഈ ലേയുടെ ജീവിതത്തിൽ ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു, അല്ലേ? യാക്കോബിന് ഇഷ്ടമില്ലാത്ത, യാക്കോബ് ഇഷ്ടപ്പെടാത്ത, യാക്കോബ് പരിഹസിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന, തൻ്റെ സഹോദരി പരിഹസിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ലേയയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. അങ്ങനെയെങ്കിൽ ഈ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് മതിയായ കർത്താവാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 31-ാം വാക്യം വായിച്ചേ. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ മച്ചിയായിരുന്നു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. എപ്പോഴാണ് ദൈവം നമ്മളെ കാണുന്നത്, അല്ലേ? നമ്മളെപ്പോഴാണ് കർത്താവ് കാണുന്നത്? ദൈവം കാണുവാനായിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മെ കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് എല്ലാവരെയും കാണുന്നു. ഈ ലോകത്തുള്ള മില്യൺ കണക്കിന് ആളുകളെ കർത്താവ് കാണുന്നുണ്ട്.
അതിൽ സ്പെഷ്യലായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ എന്നെ കാണണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം എന്നെ കാണുന്നത്. അപ്പോൾ ഇവിടെ ലേയുടെ ആ ജീവിതത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചും തൻ്റെ കുടുംബജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന നിന്ദയെക്കുറിച്ചും പരിഹാസത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ട് അടുത്ത പാരഗ്രാഫ് ആരംഭിക്കാനായിട്ടിടയായിത്തീരുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അടുത്ത പാരഗ്രാഫ് ആരംഭിക്കുന്നത്. എന്താണ്? ലേ അനിഷ്ടിയെന്ന് യഹോവ കണ്ടു. ലേ അനിഷ്ടിയെന്ന് യഹോവ കണ്ട് അവളുടെ ഗർഭത്തെ തുറന്നു, അവൾക്ക് ഒരു മകനെ നൽകി കൊടുത്തു. ആ മകൻ അവൾ പേരിട്ടു രൂബേൻ എന്ന് പേരിടാനായിട്ട് ഇടയായിത്തീർന്നു. രൂബേൻ എന്ന പേരിൻ്റെ അർത്ഥം നോക്കുക, നോക്കുക എന്നാണ് ആ പേരിൻ്റെ അർത്ഥം, അല്ലേ? കാണുക അല്ലെങ്കിൽ നോക്കുക എന്നാണ് രൂബേൻ എന്ന പേരിൻ്റെ അർത്ഥം. ആ പേര് വെറുതെ ലേ ഇട്ടതല്ല, ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ മനസ്സിലായതുകൊണ്ടാണ് തൻ്റെ മകന് തനിക്ക് തൻ്റെ നിന്ന് മാറി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. താൻ അത്ര സുന്ദരിയോ മനോഹര രൂപിണിയോ അപ്പിയറൻസ് കൊണ്ട് അത്ര ബ്യൂട്ടിഫുള്ളോ ഒന്നും അല്ല എങ്കിലും എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട്, അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഇടയായി തീരുമെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ തൻ്റെ ജീവിതം ദൈവത്തിന് കാണുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ലേയയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. സഹോദരിമാരോട് മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നത്, സഹോദരന്മാരോടും കൂടെ ചേർത്താ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ടാകും, നിന്ദകളും പരിഹാസങ്ങളും, അല്ലെങ്കിൽ കർത്താവേ നീ ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് ചിന്തിക്കുന്നതായ വിഷയങ്ങളുണ്ടെങ്കിൽ ലേയ നമുക്ക് തരുന്ന ഒരു നല്ല പാഠമാണ്. യഹോവ എന്നെ ഞാൻ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നെ കണ്ടു. ദൈവം കാണണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കാണാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ദൈവത്തിന് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവേ നീ എന്നെ കാണണമേ, നീ എന്നെ അറിയണമേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 34-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയുടെ കണ്ണ്, അല്ലേ, തൻ്റെ നീതിമാന്മാരുടെ മേലും തൻ്റെ ദയക്കായി, അല്ലേ, അവൻ്റെ ചെവി തൻ്റെ മക്കളുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തൻ്റെ നീതിമാന്മാരുടെ മേലും, അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ആരാധനയുടെ മധ്യേ ഞങ്ങൾ ഇതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ പ്രയാസങ്ങളെ, എൻ്റെ ആകുലതകളെ, ഞാൻ നാളുകളായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായ രോഗത്തെ ഞാനിതാ നിനക്ക് കാണുവാനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. ആ പ്രയാസകരമായ ജീവിതത്തിനുടമയായിരുന്ന ലേയെ നീ കണ്ടല്ലോ. നീ എൻ്റെ ജീവിതത്തെ എന്നെ കാണണമേ കർത്താവേ, എന്നെ വിടുവിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. മത്തായി 6:8 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ഇന്നതെന്ന് എൻ്റെ ദൈവം അറിയുന്നു, അല്ലേ? കർത്താവ് പറയുക, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ നേരത്തെ യേശുക്രിസ്തു പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവം അറിയുന്നു. അങ്ങനെ കർത്താവ് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. കർത്താവേ കാണണമേ, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത എൻ്റെ അവസ്ഥകളെ ലേയുടെ ജീവിതത്തിൽ നീ കണ്ടതുപോലെ നീ എൻ്റെ അവസ്ഥകളെ കാണണമേ. 2 ദിനവൃത്താന്തം 16:9 കാണാതറിയാവുന്ന വാക്യം, വായിക്കണമെന്നില്ല. 2 ദിനവൃത്താന്തം 16:9 എടുക്കാതെ ആർക്ക് പറയാൻ സാധിക്കും? യഹോവയുടെ കണ്ണ് തൻ്റെ നീതിമാന്മാരുടെ മേലും യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കും. യഹോവയുടെ കണ്ണ് ആരിലാണ്? തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടത്. ഇവിടെ യാക്കോബിനെയും റാഹേലിനെയും ലാബാനെയും ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. യാക്കോബിനെയും ലാബാനെയും അതുപോലെ തന്നെ റാഹേലിനെയും ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. ഞാൻ ആരാണ്? തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ബലവാൻ എന്ന് കാണിക്കുന്നവനായ ദൈവമാകുന്നു ഞാൻ. ആമേൻ. ഞാൻ എങ്ങനെയുള്ള ദൈവമാണ്? ഞാൻ എന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളൊരു പക്ഷേ അവളെ പറ്റിച്ചു കാണും, നീ ഒരു പക്ഷേ അവളെ ഇഷ്ടപ്പെട്ട് കാണുകയില്ല, നീ ഒരു പക്ഷേ അവരെ തള്ളിക്കളഞ്ഞതായിരിക്കാം, നീ ഒരു പക്ഷേ അവരെ മാറ്റി നിർത്തിയതായിരിക്കാം. എന്നാൽ എൻ്റെ കണ്ണുണ്ടല്ലോ, എൻ്റെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി.
ലേയ എങ്ങനെ ഏകാഗ്രചിത്തയായിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നില്ല. പക്ഷേ അവളുടെ ജീവിതം ദൈവത്തിന് കാണാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ദൈവത്തിന് അവളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഒന്ന്, ലേയയുടെ ജീവിതത്തെ ദൈവം കണ്ടു. രണ്ട്, ആ 33-ാം വാക്യം വായിച്ചേ, 29:33. ദൈവം പിന്നെയും അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു, അവളെ അനുഗ്രഹിച്ചു, അല്ലേ? അവൾ പിന്നെയും ഗർഭം ധരിച്ച് അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട്. ഇവിടുത്തെ ആരെങ്കിലും ലേയ അനിഷ്ടയാണെന്ന് പറഞ്ഞില്ല. നമ്മൾ ആ അധ്യായങ്ങളൊന്നും വായിക്കുന്നില്ല. ലേയ അനിഷ്ടയാണെന്ന് അവിടെ ആരും പറഞ്ഞില്ല. പക്ഷെ യഹോവ കേട്ടു. ആമേൻ. യഹോവ കേട്ടു. ആര് പറഞ്ഞു കാണും? പരസ്യമായി ഒരു പക്ഷേ ലേയ പറഞ്ഞു കാണില്ല. അവളുടെ ഹൃദയത്തിൽ, അല്ലേ, നീറ്റലുകളായി, അവളുടെ ഹൃദയത്തിൽ വേദനകളായി, അവളുടെ ഏകാഗ്രതകളിൽ, അവൾ ദൈവത്തോട് ധ്യാനിക്കുന്ന സമയത്ത്, അവൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അവൾ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത്, അവൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് അവളുടെ നീറ്റലുകൾ പുറത്തു വന്നു. അത് യഹോവ കേട്ടു. ആമേൻ. നമ്മുടെ ദൈവത്തിന് കേൾക്കാനുണ്ടല്ലോ വലിയ ശബ്ദത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല, വലിയ ശബ്ദകോലാഹലങ്ങൾ ആവശ്യമില്ല. നമ്മുടെ കർത്താവിന് നമ്മെ കേൾക്കാനായിട്ട് വലിയ ശബ്ദകോലാഹലങ്ങളുടെ ആവശ്യമില്ല. ലേയുടെ പ്രാർത്ഥന സൈലന്റ് പ്രയർ, അല്ലേ? ഏകാഗ്രതയിൽ നിന്ന് അവൾ സംസാരിച്ചതായ ആ സൈലന്റ് പ്രയർ യഹോവ കേട്ടു. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. ശിമയോൻ എന്ന പേരിൻ്റെ അർത്ഥം കേൾക്കുക, കേട്ടു അല്ലെങ്കിൽ കേൾക്കുക എന്നാണ് ശിമയോൻ എന്ന പേരിൻ്റെ അർത്ഥം. മക്കൾക്കെല്ലാം പേരിട്ടത് ലേയ തന്നെയാണ്. ഇന്ന് അപ്പനും അമ്മയും കൂടിയാണ് പേരിടുന്നത്, അല്ലേ? ചിലപ്പോൾ നേരത്തെ കണ്ടുവയ്ക്കും, പാരമ്പര്യത്തിലുള്ള പേരുകൾ ഇടും. അപ്പൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ ആദ്യത്തെ അക്ഷരവും ചേർത്ത് പേരിടും, അല്ലേ? പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ എല്ലാ മക്കൾക്കും ഇസ്രായേൽ ഗോത്രം 12 എണ്ണത്തിനും പേരിട്ടത് അവരുടെ അമ്മമാരാണെന്ന് കാണാനായിട്ട് സാധിക്കും, അല്ലേ? ലേയ ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവയെ എനിക്ക് തന്നു. എപ്പോഴാണ് ദൈവം നമ്മെ കേൾക്കുന്നത്? നമ്മൾ ദൈവം കേൾക്കണമേ, ഒരാൾ നമ്മെ കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ അരുവിടിയില്ലയോ? ഒരാൾ നമ്മെ കേൾക്കണമെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാം. എന്തുകൊണ്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്? ഞാൻ പറയുന്നത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ യഹോവ കേട്ടു എന്ന് ലേയ പറയണമെങ്കിൽ ലേയ എന്ത് ചെയ്തു? ലേയ ദൈവത്തോട് പറഞ്ഞു, അല്ലേ? അതാ അവിടെ വരികൾക്കിടയിൽ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ലേയ ദൈവത്തോട് പറഞ്ഞു. എപ്പോഴാണ് ദൈവം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മൾ പറയുമ്പോഴാണ് ദൈവം കേൾക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ദൈവത്തോട് പറയാൻ കഴിയുന്നത്? പ്രാർത്ഥനയിലാണ് നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം കേൾക്കുന്നു. എൻ്റെ അവസ്ഥയെ, എൻ്റെ സാഹചര്യങ്ങളെ ദൈവം കേൾക്കുന്നു. ലേയ അനിഷ്ടയെന്ന് യഹോവ കേട്ടു. നമ്മൾ പറയുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പറയണം. പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങളുമായി കടന്നു വരാനായിട്ടിടയായിത്തീരുമ്പോൾ അവൻ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ടിടയായിത്തീരും. 50-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, അല്ലേ? ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തോട് പറയാനായിട്ട്. കർത്താവേ, നീ എന്നെ കാണണമേ, നീ എന്നെ അറിയണമേ, നീ എന്നെ സഹായിക്കണമേ. ഒരുപക്ഷെ എൻ്റെ പ്രശ്നം ലേയയുടെ പ്രശ്നമാകണമെന്നില്ല. ഏത് പ്രശ്നത്തെയും യഹോവയ്ക്ക് കേൾക്കത്തക്കവണ്ണം, ദൈവത്തിന് കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒന്ന്, ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടു. 2, ലേയ അനിഷ്ടയെന്ന് യഹോവ കേട്ടു. 3, അതിൻ്റെ 34-ാം വാക്യം, അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾക്ക് 3-മതൊരു മകനെ ലഭിച്ചപ്പോൾ അവൾ ആ മകന് പേരിടുന്നത് ലേവി. ലേവി എന്ന പേരിൻ്റെ അർത്ഥം പറ്റിച്ചേരൽ എന്നാണ്. പറ്റിച്ചേരൽ. ലേവി എന്ന പേരിൻ്റെ അർത്ഥം പറ്റിച്ചേരുക. വെറുതെ പേരിട്ടതല്ല, അതിൻ്റെ അർത്ഥം നോക്കി പേരിട്ടതാണ്, അല്ലേ? ആ പേര് ലേയ ഇടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പേര് സമൂഹത്തിൽ തന്നെ ഇല്ലായിരുന്നു. ഈ പേരുകളെല്ലാം ആദ്യം ഫസ്റ്റ് വന്നതാണ്.
ഇന്നാരെങ്കിലും ആ പേരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് എത്രയോ നാളുകളായിട്ട് ആ പേര് സമൂഹത്തിലുള്ളതാണെന്ന് ഓർക്കാം. ലേയ ഈ പേരുകളെല്ലാം ഇട്ടപ്പോൾ അത് ആദ്യത്തെ പേരാ, ആ മനുഷ്യൻ ആദ്യം ലഭിച്ചതായ പേരാ. ലേയ തൻ്റെ മൂന്നാമത്തെ മകന് പേരിട്ടു ലേവി, പറ്റിച്ചേരുക, ദൈവത്തോട് പറ്റിച്ചേരുക. അതുകൊണ്ടാണ് ദൈവം ആ ഗോത്രത്തെ തിരഞ്ഞെടുത്തത്, അല്ലേ? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ, പൗരോഹിത്യം നൽകിയതായ ആ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ദൈവത്തോട് പറ്റിച്ചേരുക. അവിടെ ലേ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, അല്ലേ? ദൈവത്തോട് പറ്റിച്ചേരുക. ഇന്ന് പൽക്കാലം കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാനായിട്ട് ഇടയായിത്തീരുക. പുതിയ നിയമവിശ്വാസികളായ എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ കൽപ്പന ഏതാ? ദൈവത്തോട് പറ്റിച്ചേരുക. എന്താ നമുക്ക് പറ്റിച്ചേരാൻ സാധിക്കാത്തത്? ദൈവത്തോട് പറ്റിച്ചേരാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളെയും വിടേണ്ടതായിട്ട് വരും. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളോട് വായിക്കാനായിട്ടിടയായി തീരുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോട് ചേരുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പലർക്കും ദൈവത്തോട് പറ്റിച്ചേരാൻ താല്പര്യമില്ലാത്തത്. ഒന്നാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ, അല്ലേ, താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്? ഭാവികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുക, നിങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനായിട്ടിടയായിത്തീരുക. നിങ്ങൾ എന്ത് ചെയ്യാനായിട്ടിടയായിത്തീരണം? നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ഇടയായിത്തീരും. 4:7-8 വാക്യങ്ങൾ. യാക്കോബ് 4:7-8. ദൈവത്തിന് കീഴടങ്ങുവിൻ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. ദൈവത്തോട് കീഴടങ്ങുവിൻ, ദൈവത്തോട് പറ്റിച്ചേരുവിൻ. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതായിട്ട് വരും. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, അടുത്ത് വരുമ്പോൾ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. കൈകളെ വെടിപ്പാക്കണം, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം, കരയണം. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാ. അതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ദൈവത്തോടടുത്ത് പറ്റിച്ചേരാനായിട്ട് ഇഷ്ടപ്പെടാത്തത്. പിന്മാറ്റക്കാരായിരിക്കുന്ന ആളുകളോട് നിങ്ങൾ പിന്മാറ്റം വിട്ട് ദൈവഭാഗത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും വരാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്? വരാൻ കഴിയാത്തതിൻ്റെ കാര്യം ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അതിന് താല്പര്യമില്ല, അല്ലേ? അവിടെ നമ്മൾ അതാ വായിക്കാനായിട്ടിടയായിത്തീരുന്ന സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, ദൈവസന്നിധിയിൽ കരയണം. ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ, ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെന്നാൽ 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ആരാണോ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് അവരെ ഉയർത്തുന്ന, അവരെ അനുഗ്രഹിക്കുന്ന, അവരോട് കൂടിയിരിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ലേയിലേക്ക് മടങ്ങിപ്പോകാം. അവിടെ ലേയ പറയാണ്, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. ദൈവത്തോട് അവൾ പറ്റിച്ചേർന്ന് നിൽക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് അവൾക്ക് മൂന്നാമത് ദൈവം ഒരു മകനെ നൽകിയപ്പോൾ അവൾ അതിന് ലേവി, പറ്റിച്ചേരൽ എന്നുള്ള അർത്ഥം പേരിട്ടു. പുതിയ നിയമവിശ്വാസികളായിരിക്കും നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രബോധനമുണ്ടല്ലോ, പറ്റിച്ചേരാനായിട്ടിടയായിത്തീരുക. അതാ ബർന്നബാസ് പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 23-ാം വാക്യം എടുത്തു. അപ്പോസ്തല പ്രവൃത്തി 11:23 ബർന്നബാസ് എന്ന് എതിർപ്പുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുള്ളതായ സഭയിൽ ചെന്ന് അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, ദൈവത്തിൻ്റെ കരം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവരെ പ്രബോധിപ്പിക്കാനായിട്ട് പ്രബോധനപുത്രനായ ബർന്നബാസ് യെരുശലേമിലേക്ക് ചെന്നു. അന്ത്യോക്യയിലേക്ക് ചെല്ലാനായിട്ടിടയായിത്തീർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എന്താ പ്രസംഗിച്ചത്? ആ പ്രസംഗത്തിൻ്റെ അവസാന വാക്യം മാത്രം വായിച്ചാൽ മതി. 23, അപ്പോസ്തല പ്രവൃത്തി 11:23. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും, ആ സഭയോട് പറയുകയാണ്, കേട്ടോണം, എല്ലാവരും ഹൃദയനിർണയത്തോടെ ചേർന്ന് നിൽപ്പാൻ. അങ്ങനെയാണോ? യെസ്, അല്ല, അങ്ങനെയല്ല.
കർത്താവിനോട് അല്ലേ ചേർന്ന് നിൽക്കാൻ നമുക്കൊക്കെ എളുപ്പമാണ് അല്ലേ. സഭയിൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കും, കുറച്ച് പേര് മറ്റേ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കും. അതറിയാവുന്നത് കൊണ്ടാണ് ബർണബാസ് പറഞ്ഞത് ചേർന്ന് നിൽക്കണമെന്നല്ല, പിന്നെന്താ പറഞ്ഞത്? കർത്താവിനോട് അല്ലേ, കർത്താവിനോട് ചേർന്ന് നിൽപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ലേയുടെ ജീവിതത്തിലൂടെ സംസാരിപ്പാനായിട്ടിടയായിത്തീരുന്നത് കർത്താവ് നമ്മളെ കാണുന്നു, കർത്താവ് നമ്മെ കേൾക്കുന്നു. 3 അവനോട് പറ്റിച്ചേരുക. ലേ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായി തീർന്നതിൻ്റെ കാരണം, ലേ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം അവൾ യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നു. അവൾ യാക്കോബിനോട് പറ്റിച്ചേർന്ന് നിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ യാക്കോബ് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് യാക്കോബ് എന്നോട് ചേർന്ന് നിൽക്കാനായിട്ടിടയായിത്തീരും. ആമേൻ. ലേയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാം പറയാൻ സമയമില്ല, നമുക്കറിയാവുന്ന ഭാഗമാണല്ലോ. 4:35 വാക്യം, 29:35. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി, പ്രൈസ്, സ്തുതി എന്നാണ്. അവൾ എന്താ പറയാനായിട്ടിടയായിത്തീരുന്നത്? അവൾ അനിഷ്ടയായിരുന്നു, അവൾ പരിഗണിക്കപ്പെടുന്നവളായിരുന്നില്ല, അവളുടെ പിതാവ് അവളെ വഞ്ചിക്കാനായിട്ട് ഇടയായിത്തീർന്നു. യാക്കോബ് അവളെ സ്നേഹിച്ചില്ല, യാക്കോബ് അവളെ മാറ്റി നിർത്താനായിട്ടിടയായിത്തീർന്നു. എന്നാൽ അവൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. ആമേൻ. ഏത് പ്രയാസത്തിൻ്റെ വേളയിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഏത് സങ്കടത്തിൻ്റെ വേളയിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഏത് ഞെരുക്കത്തിൻ്റെ വേളയിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും എൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ സമയത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അവൾ തനിക്ക് 4ാമതൊരു മകന് ലഭിച്ചപ്പോൾ അവൾ പറയുകയാണ്, യഹൂദ സ്തുതി. ഇസ്രായേൽ ഗോത്രങ്ങൾ മരുഭൂമിയിൽ പ്രയാണം ചെയ്യുമ്പോൾ മുന്നിൽ പോകുന്ന ഗോത്രം ഏതാണെന്നറിയാമോ? യഹൂദയാണ്. സീനിയോറിറ്റി കൊണ്ട് യഹൂദയ്ക്ക് 4ാം സ്ഥാനമേ ഉള്ളൂ അല്ലേ. സീനിയോറിറ്റി കൊണ്ടാണെങ്കിൽ രൂബേനാണ് ആദ്യം പോകേണ്ടത്, 2 ശിമിയോൻ പോകണം, 3 ലേവി പോകണം, 4 യഹൂദയ്ക്ക് പോകാനായിട്ട് പാടുള്ളൂ. എന്നാൽ അവരുടെ മരുഭൂ പ്രയാണത്തിലൊക്കെയും പെട്ടകവും എടുത്ത് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആരാ മുന്നിൽ പോകുന്നത്? യഹൂദയാണ് മുന്നിൽ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്തുതിയാണ് മുന്നിൽ വരേണ്ടത്. ആമേൻ. സ്തുതിയാണ് മുന്നിൽ വരേണ്ടത്, ആരാധനയാണ് മുന്നിൽ വരേണ്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ടിടയായിത്തീരണം. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും. സ്തുതി അല്ലേ, യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി. എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? നിങ്ങൾ ലേയോടൊന്ന് ചോദിച്ചേ, എന്തിനാ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത്? എന്ന് പകൽക്കാലം ആരാധിക്കുന്നതെന്ന് ചോദിച്ചേ, എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും കാണും അല്ലേ. എല്ലാവരും ഞായറാഴ്ച ആരാധിക്കുന്നു, ഞാനും ആരാധിക്കുന്നു. എന്നാൽ ലേയോട് നിങ്ങളൊന്ന് ചോദിച്ചേ, എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? ലേ പറയും, ദൈവം എന്നെ കണ്ടതിന്. ആമേൻ. ദൈവം എന്നെ, യഹോവ എന്നെ കണ്ടതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം യഹോവ എന്നെ കണ്ടു. ലേ പറയും, യഹോവ എന്നെ കേട്ടു, ദൈവം എന്നെ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നത്. 4 അല്ലേ, ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നപ്പോൾ അവൻ എനിക്ക് വൻകാര്യങ്ങളെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായി തീർന്നു. 33-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ സ്തുതി ഉയരട്ടെ, ആരാധന ഉയരട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നേരുള്ളവർക്ക് മാത്രമേ സ്തുതിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കെപ്പോഴും കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, നന്ദി പറയുവാൻ ഇടയായി തീരട്ടെ. നേരുള്ളത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മുടെ കർത്താവ് എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നതെന്നറിയാമോ? യെശയ്യാവ് 61:3 വായിച്ചേ. ഞാൻ പെട്ടെന്ന് നിർത്താം, സമയത്ത് നിർത്തും. ഇന്ന് കറക്റ്റ് സമയത്ത് ആരാധന തീരും, ആരും ആകുലപ്പെടണ്ട. യെശയ്യാവ് 61:3, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും
ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇതൊരു മെസ്സയാനിക് പ്രോഫസി കൂടിയാണ്. യെശയ്യാവ് പറഞ്ഞതാണെങ്കിലും ഇറ്റ്സ് എ മെസ്സയാനിക് പ്രോഫസി. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. എന്തിനാ കർത്താവ് വന്നത്? ഇവിടെ പറയുക, യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. കർത്താവ് വന്നത് ദുഃഖിച്ചിരിക്കുന്ന സിയോനിലെ ആളുകൾക്ക്, അവർക്ക് ആ ദുഃഖത്തിന് പകരം ഒരു അലങ്കാരമാല അവരെ അണിയിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇന്നത്തെ അവിടുത്തെ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കരുത്. അവിടെ ഇന്നും അവർക്ക് അലങ്കാരമാല ധരിക്കാൻ കഴിയാത്തത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലേ? അവർക്ക് അലങ്കാരമാല കിട്ടാത്തത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അവിടെ ഇന്നും ആ യുദ്ധവും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്നാൽ കർത്താവ് വന്നത് പുതിയ നിയമ ഇസ്രായേലിനെ നമ്മളെ ചേർത്തുകൊണ്ടാണ്. അവനെ സ്വീകരിക്കുന്നവർക്ക്, അല്ലേ, അവനെ സ്വീകരിക്കുന്നവർക്ക്, അവൻ്റെ മക്കളായി തീരുന്നവർക്ക്, അല്ലേ, ദുഃഖത്തിന് പകരം വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. അവൻ നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനായ കർത്താവ്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. സ്തുതി എന്ന മേലാട, എന്തോ മേലാട? ഗാർമെന്റ്സ്, അല്ലേ, വസ്ത്രം. സ്തുതി എന്ന വസ്ത്രം. ഒരു ദൈവ പൈതലിൻ്റെ വസ്ത്രം ഏതാണ്? അത് സ്തുതി എന്ന മേലാടയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആ സ്തുതി എന്ന മേലാട നീ എന്നെ ധരിപ്പിച്ചിരിക്കുന്നതോർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുന്നു. കർത്താവേ, ഒരു കാലത്ത് ഞാൻ വെണ്ണീറിലായിരുന്നു, വിഷണ്ണ മനസ്സായിരുന്നു എനിക്ക്. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് സ്തുതി എന്ന മേലാട എന്നെ ധരിപ്പിക്കുവാനായിട്ട് അങ്ങ് സ്വർഗം വിട്ട് ഈ താണലോകത്തേക്ക് വന്ന് എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മൾ വെറുതെ അല്ല സ്തുതിക്കേണ്ടത്, സ്തുതിക്കാനൊരു കാരണം വേണം, അല്ലേ? അബ്ദുൾ സമദായിരുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒരു റീസണുണ്ട്. എന്താ റീസൺ? അവൻ എന്നെ സ്തുതി എന്ന മേലാട ധരിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട്. ആമേൻ. ആ നിശ്ചയമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ആരും പറയാതെ തന്നെ ദൈവത്തെ സ്തുതിക്കണം. ആരെയും പ്രബോധനം വേണ്ട, ആരുടെയും പ്രചോദനം വേണ്ട, ആരും എന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൻ എന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അവസാനത്തുള്ളിൽ രക്തം എനിക്ക് വേണ്ടി ഊറ്റി എന്നെ വീണ്ടെടുത്തത് ആ സ്തുതി എന്ന മേലാടെ എന്നെ ധരിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ലേയയുടെ 4 കാര്യങ്ങൾ നമ്മളിവിടെ കാണാനായിട്ടിടയായി തീർന്നു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കണ്ടു, ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടു, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറ്റിച്ചേരും. ഞാൻ യാക്കോബിനോട് പറ്റിച്ചേരുമെന്നല്ല ലേയ പറഞ്ഞത്, ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേരും. അപ്പോൾ യാക്കോബ് എന്നോട് പറ്റിച്ചേരാനായിട്ട് ഇടയായിത്തീരും. പ്രശ്നത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ദൈവത്തോട് പറ്റിച്ചേരാനും അവനെ സ്തുതിക്കുവാനും ഇടയായി തീരുക. അവനെ സ്തുതിക്കാനായിട്ടിടയായി. അതാ ലേയ, അല്ലേ? നമ്മുടെ ഒരു വലിയമ്മയാ ലേയ. ആ ലേയ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെയൊക്കെ ഒരു വലിയമ്മയാ ലേയ. ഞാൻ അതിലേക്കാണ് വരുന്നത്. പുതിയ നിയമ ചരിത്രത്തിൻ്റെ വലിയമ്മയാണ് ലേയ. ഇവിടെ ചിലരെങ്കിലും ലേയ ഇഷ്ടമില്ലെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വളരെ സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് വളരെ സങ്കടമുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമുണ്ട്. രണ്ടുപേരെ ഒരാളുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആ ബ്രദർ പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങളെങ്ങനെ പറഞ്ഞേ നിങ്ങൾ പറയുന്നുണ്ടാകും. ലേയ പുതിയ നിയമ ചരിത്രത്തിൻ്റെ ഒരു വലിയമ്മയാണ്. അതിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം അവളുടെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മതിയാക്കിയില്ല, നിർത്തിയില്ല. ദൈവം അവളെ വീണ്ടും അനുഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 30-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ദൈവം എനിക്ക് കൂലി തന്നു, അല്ലേ? God has given me my wages. God has given me my wages. അവൻ എനിക്ക് കൂലി തന്നു, അല്ലേ? അവൻ എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസ്സാഖാർ എന്ന് പേരിട്ടു. ഇസ്സാഖാർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിഫലം. ഇസ്സാഖാർ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് ലേയ ഇടുന്നത്. ആ പേരിൻ്റെ അർത്ഥം പ്രതിഫലം. അവൻ എനിക്ക് പ്രതിഫലം തന്നു. ദൈവം എനിക്ക് പ്രതിഫലം തന്നു. ആമേൻ. എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം തന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ആർക്കും കടക്കാരല്ല. ഹല്ലേലൂയ. ഒന്ന് ഓർത്തോണം, എൻ്റെ കർത്താവ് കടക്കാരനല്ല. നീ ദൈവത്തിന് കാണുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ,
നീ ദൈവത്തിന് കേൾക്കുവാൻ നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ലേയ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്, അവൻ എനിക്ക് പ്രതിഫലം തന്നു. ആമേൻ. ദൈവം എനിക്ക് പ്രതിഫലം തന്നു. അവൻ എനിക്ക് പ്രതിഫലം തരാനായിട്ട് ഇടയായി തീർന്നു. പ്രതിഫലം കിട്ടിയ എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രതിഫലം കിട്ടിയതാ അല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് പ്രതിഫലം തന്നല്ലോ. ഒരു കാലത്ത് നമ്മൾ ഈ സാഹചര്യത്തിലൊന്നും ആയിരുന്ന ആളുകളായിരുന്നില്ല. എന്നാൽ ഇന്ന് അല്ലേ, എത്രയോ ആളുകൾ വെള്ളത്തിൻ്റെ കെടുതിയിലൊക്കെ, കഴിഞ്ഞ ദിവസം മഴയിലൊക്കെ ആയപ്പോൾ നമ്മുടെ വീടുകളിൽ വെള്ളം കയറിയില്ല, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, ഭക്ഷണ ദൗർബല്യം ഉണ്ടായില്ല, അധികം ഉണ്ടായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലേ? എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തന്നു. ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കി, എന്തെല്ലാം റീസണുകളാണ് ദൈവത്തെ സ്തുതിക്കാൻ. ആമേൻ. ഈ കൈപ്പേറിയ ജീവിതത്തിൻ്റെ മധ്യേയും കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാം. ലേയ പറയുകയാണ്, ദൈവം എനിക്ക് കൂലി തന്നു. ഗോഡ് ഹാസ് ഗിവൺ മീ മൈ വേജസ്. അവൻ എനിക്ക് പ്രതിഫലം തന്നു. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. സമയം നീ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും നമ്മുടെ സമയത്തിൽ ചിലത് കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? അവൻ നമുക്ക് പ്രതിഫലം തരും. കർത്താവ് നമുക്ക് തന്ന ഭൗതിക നന്മയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ടോ? അവൻ നമുക്ക് പ്രതിഫലം തരും. കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഞാനും നിങ്ങളും സമയമെടുത്തിട്ടുണ്ടോ? അവൻ നമുക്ക് പ്രതിഫലം തരും. കർത്താവിന് വേണ്ടി സഭയിൽ ചില ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് നീ നിൻ്റെ സമയത്തെ വേർതിരിച്ചിട്ടുണ്ടോ? കർത്താവ് പ്രതിഫലം തരും. God has given me my wages. അവൻ എനിക്ക് പ്രതിഫലം തരുവാനായിട്ടിടയായി തീർന്നു. ലേയ വലിയമ്മച്ചി നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. പ്രതിഫലം തരുന്നവനായൊരു കർത്താവുണ്ട്. നമ്മൾ പാടാറുണ്ടല്ലോ, പ്രതിഫലം തന്നിടുവാൻ. പാടണ്ട, സമയമില്ല. കർത്താവ് വരുന്നു. ആമേൻ. ഇപ്പം കിട്ടിയ പ്രതിഫലമൊന്നും പ്രതിഫലം അല്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ വലിയ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള അല്ലേ, ചെറിയ സ്റ്റാർട്ടർ മാത്രമാണ് ഇപ്പം കിട്ടിയതൊക്കെ. ആമേൻ. പ്രതിഫലം തരാൻ, വീതിച്ച് തരുവാനായിട്ട് അവൻ വരുന്നു. ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രതിഫലം തരാനായിട്ട് എൻ്റെ കർത്താവ് വരുന്നു. അവൻ പ്രതിഫലം തരും. ആമേൻ. അതുകൊണ്ട് ആ പ്രതിഫലത്തെ നോക്കിയിരിക്കാനായിട്ട് ഇന്ന് പൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പം കിട്ടിയൊന്നും അല്ല പ്രതിഫലം. ഇതൊക്കെ ഒരു ചെറിയ സ്റ്റാർട്ടർ മാത്രമാണ്. അവൻ നമുക്ക് തരുവാനായിട്ട് പ്രതിഫലമുണ്ട് അല്ലേ? അതുകൊണ്ട് കർത്താവേ, ആ കിരീടം ധരിപ്പാനായിട്ട്, നിൻ്റെ മകനായി, നിൻ്റെ മകളായി, ആ പ്രതിഫലം ലജ്ജയില്ലാതെ നിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ പ്രതിഫലം വാങ്ങാനായിട്ട്, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയാനായിട്ട് ഇടവരരുത്. ആമേൻ. വർഷങ്ങൾ ലൈഫ് ഫെലോഷിപ്പിൽ ആരാധിച്ചിട്ടും ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന ആ സ്വരം കേൾക്കരുത്. കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നവരായി തീരണം ഞാനും നിങ്ങളും. അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ലേക്ക് പറയാനായിട്ട് കഴിയുന്നത്, അവൻ എനിക്ക് കൂലി തന്നു. ഹി ഹാസ് ഗിവൺ മീ മൈ വേജസ്. അവൻ പ്രതിഫലം തരാനായിട്ട് വരുന്ന കർത്താവാണ്. കർത്താവേ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇനി സമയം അധികമില്ല, ഇനി കുറച്ചേ സമയമുള്ളൂ. ഭാരതത്തിൽ തന്നെ എക്സിറ്റ് പോളുകളൊക്കെ സൂചിപ്പിക്കുന്നത് അല്ലേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾ, ആരാധനകൾ, ഇതിനെല്ലാം പല തടസ്സങ്ങളും വരും. നമ്മൾ അതോർത്ത് ഭാരപ്പെട്ടൊന്നും ആരും പോകണ്ട. അവിടെ കർത്താവിന് മറുമരുന്നുണ്ട്. ആമേൻ. കർത്താവിന് അവിടെയും മറുമരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചപ്പോൾ കണ്ടില്ലേ, ആ പെട്ടകം യുദ്ധം ചെയ്ത് ഫെലിസ്തീനെ പിടിച്ചുകൊണ്ടൊരു പോയി അല്ലേ, ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ആ പെട്ടകം പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് തിരിച്ചു കിട്ടിയത്? അതൊരു കാളവണ്ടിയിൽ കയറി തന്നെ വന്നു അല്ലേ. അത് തന്നെ ബേത്ശേമ്യരുടെ അടുക്കലേക്ക് അത് തന്നെ വന്നു. അവരത് വാങ്ങാനായിട്ട് പോയില്ല, യുദ്ധം ചെയ്യാനായിട്ട് പോയില്ല. യഹോവ അത് തന്നെ ചെന്നു അവരുടെ അടുക്കലേക്ക്. നമ്മുടെ കർത്താവിന് പല വഴികളുണ്ട്. ഈ എക്സിറ്റ് പോളൊന്നും നമുക്ക്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുമായി മാറിയിട്ട് മറ്റന്നാൾ എക്സാക്റ്റ് പോള് തന്നെ വരും. നമുക്ക് ഒരു നിരാശയില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനൊരു പ്ലാൻ ബി ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിനൊരു പ്ലാൻ ബി ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മിഷണറിമാരെല്ലാം സൂക്ഷിച്ചോണം, ഈ എവരി ഹോം ക്രൂസൈഡും ഈ FMBB ഒന്നും നിലനിൽക്കുകയില്ല. കർത്താവ് വന്ന് അവരോട് പറയുന്നവരോട് ഞങ്ങൾ പറയും, കർത്താവിനൊരു പ്ലാൻ ബി ഉണ്ട്. ഹല്ലേലൂയ.
അല്ലേ? വോൾട്ടയർ മാറ്റി വോൾട്ടയറുടെ ഭവനം ബൈബിൾ സൊസൈറ്റി ആക്കിയ കർത്താവിന് ഒരു പ്ലാൻ ബി ഉണ്ട് ഭാരതത്തിൽ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ 20-ാം വാക്യം വീണ്ടും ലേയെ ദൈവം അനുഗ്രഹിക്കാനായിട്ടിടയായി തീർന്നു. 30:20 ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. വായിച്ചോ. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് പേരിട്ടു. സെബൂലൂൻ എന്ന പേരിന്റെ അർത്ഥം വാസം, വസിക്കുക എന്നുള്ള അർത്ഥമാണ്, അല്ലേ? സെബൂലൂൻ. ഗോഡ് ഹാസ് എൻഡോഡ് മീ വിത്ത് എ ഗുഡ് എൻഡോവ്മെന്റ്. ദൈവം എനിക്ക് നല്ല ദാനം തന്നിരിക്കുന്നു. കർത്താവ് തരുന്നെല്ലാം നല്ലതാ. ആമേൻ. അവൻ ആർക്കും ചീത്ത കൊടുക്കുന്നവനായ ദൈവമല്ല. അവൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അവൻ മീൻ ചോദിക്കുന്നവർക്ക് പാമ്പിനെ കൊടുക്കയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ദാനം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതാ ലേയുടെ ജീവിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഗോഡ് ഹാസ് എൻഡോഡ് മീ വിത്ത് എ ഗുഡ് എൻഡോവ്മെന്റ്. അവൻ എനിക്ക് നല്ല ദാനത്തെ തരുവാനായിട്ടിടയായിത്തീരുന്നവനായ ദൈവമാകുന്നു. ഇപ്പം എത്ര പേരായി? 6 പേരായി. ഞാനിവിടെ അവസാനിപ്പിക്കുക. ഇനി ദാസിയിലൂടെ ലഭിച്ചതായ ആളുകളുടെ കണക്കൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ലേവിൽ തന്നെ 6 മക്കളെ, 6 ഇസ്രായേൽ മക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഇസ്രായേൽ ഗോത്രങ്ങൾ, 6 ഗോത്രങ്ങൾ: രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ. 6 പ്രമുഖ ഗോത്രങ്ങൾ. തൻ്റെ ദാസിയായ ശില്പയിലൂടെ ഗാദ്, ആശേർ, 2 ഗോത്രങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. റാഹേലിന് 4 മക്കളെ ലഭിച്ചു. അത് പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളും ദാസിയിലൂടെയാണ് ലഭിച്ചത്, അല്ലേ? ദാനും നഫ്താലിയും തൻ്റെ ദാസിയായ ബിൽഹയിലൂടെ ലഭിച്ചത്. റാഹേലിന് നേരിട്ട് ലഭിച്ച 2 ഗോത്രങ്ങൾ ഏതെല്ലാമാണ്? ജോസഫും ബെന്യാമീനും. ഇരട്ടി പ്രതിഫലം ആർക്ക് ലഭിച്ചു? ലേയയ്ക്ക് ലഭിച്ചു. 8 മക്കളെ, 6 മക്കൾ നേരിട്ടും 2 മക്കൾ തൻ്റെ ദാസിയിലൂടെയും. ഇസ്രായേൽ ഗോത്രം 8 മാതാവാകുവാൻ അവസരം ലഭിച്ചത് ലേയയ്ക്ക്. കണ്ണിന് ശോഭ കുറവായിരുന്നു. കാണാൻ അപ്പിയറൻസിൽ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. വെരി നെഗറ്റീവ്. എല്ലാവരും നെഗറ്റീവാക്കി മാറ്റി നിർത്തിയതാണ്. അപ്പൻ വിചാരിച്ചു ചെലവാകാത്തതിനെ ഇങ്ങനെ അങ്ങ് ഇരുട്ടത്ത് ചെലവാക്കാമെന്ന് വിചാരിച്ച് അപ്പൻ പറ്റിച്ചു. യാക്കോബ് ആഗ്രഹിക്കാതെ കെട്ടി. പക്ഷേ ദൈവം കണ്ടു. ആമേൻ. എന്നെയും നിങ്ങളെയും കാണുന്നൊരു കർത്താവുണ്ട്. ലേയുടെ സാഹചര്യമാകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യം. എൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരിക്കാം, വേറെ സാഹചര്യമായിരിക്കാം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് കാണുന്നു, കർത്താവ് കേൾക്കുന്നു, കർത്താവ് അറിയുന്നു, അല്ലേ? ഞാൻ അവസാനം കൂടെ പറഞ്ഞ്, എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ലേയ നമ്മുടെ വലിയമ്മയാണെന്ന് പറയാനിടയായി തീർന്നത്? എവിടെയാണ് യാക്കോബ് അവളുടെ ആരംഭം കയ്പ് നിറഞ്ഞതായിരുന്നെങ്കിലും ഒരു നല്ല അവസാനം ലേയയ്ക്ക് ലഭിച്ചു. കുടുംബജീവിതത്തിൻ്റെ ആരംഭം കയ്പ് നിറഞ്ഞതായിരുന്നു, പക്ഷേ അവൾക്കൊരു നല്ല അവസാനം ലഭിച്ചു. അന്ത്യവിശ്രമം കൊണ്ടത് യാക്കോബ് അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിച്ച എവിടെയായി? ഉൽപ്പത്തി 49 29 മുതൽ 31 വരെയുള്ള വാക്യം വായിച്ചേ. ഉൽപ്പത്തി 49 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ലേയ നമ്മുടെ ഒരു വലിയമ്മയാണെന്ന് പറയാനിടയായി തീർന്നത് അതുകൊണ്ടാണ്. യാക്കോബ് തന്നെ അവസാനം അന്ത്യവിശ്രമം കൊള്ളാനായിട്ട് ആഗ്രഹിച്ചത് സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്ന റേച്ചലിനോടുകൂടെ, റാഹേലിനോടുകൂടെ ആയിരുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കാനായിട്ടിടയായി തീരുകയാണ്. നിങ്ങൾ എന്നെ അടക്കുമ്പോൾ, യാക്കോബ് പറയുകയാണ്, നിങ്ങൾ എന്നെ അടക്കുമ്പോൾ എവിടെ അടക്കാനായിട്ടിടയായി തീരണം? ഞാൻ ഹിത്യനായ എഫ്രോനോട് വാങ്ങിയതായ നിലത്തോട് ചേർന്നുള്ള ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്ബേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. 31. അവിടെ ആരെല്ലാമുണ്ട്? അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെയാണ് ഞാൻ ലേയെ അടക്കിയിരിക്കുന്നത്. നിങ്ങളെന്ത് ചെയ്യണം? അവിടെ ഞാൻ ലേയെയും അടക്കി. അവിടെ വേണം നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ?
നിങ്ങളെന്നെ അടക്കുക. എന്നാൽ റാഹേലിനെ എവിടെ അടക്കിയത്? എഫ്രാത്തിലേക്കുള്ള വഴിയരികിൽ. 39 അധ്യായം 19 വാക്യം എടുക്കണ്ട, വായിക്കണ്ട, നോക്കണമെന്നുള്ളവർക്ക് പുള്ളി പറയുന്നത് കറക്റ്റാണോ നോക്കണമെന്നുള്ളവർക്ക് നോക്കിയാൽ മാത്രം മതി. 35:19 സുന്ദരിയും മനോഹരീപിണിയും 14 വർഷം ആടുജീവിതം നയിച്ച് യാക്കോബ് കെട്ടിയതായ റാഹേലിനോട് 30 അധ്യായത്തിൽ തന്നെ യാക്കോബ് തെറ്റി. അത് നമ്മൾ കാണുന്നുണ്ട്. കോപിച്ചു അല്ലേ? പിന്നെയും റാഹേല് അപ്പൻ്റെ ഗ്രഹവിഗ്രഹങ്ങളെ എടുത്ത് കഴുതക്കോപ്പിനുള്ളിൽ ഒളിപ്പിച്ച് യാക്കോബിന് പ്രശ്നമുണ്ടാക്കി. എന്നാൽ ലേയെ, ഞാൻ റാഹേൽ മോശക്കാരിയാണെന്നും പറയുന്നില്ല കേട്ടോ, ഒരു വേദ വനിത തന്നെയാണ് റാഹേൽ. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ലേയ, ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, ലേയെ ദൈവം കണ്ടു, ലേയെ ദൈവം കേട്ടു. ലേയ കർത്താവിനോട്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാനായിട്ടിടയായി തീർന്നു. ലേയ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം ലേയയ്ക്ക് കൂലി കൊടുത്തു, പ്രതിഫലം നൽകി. ദൈവം എനിക്ക് നല്ല ദാനം കൊടുത്ത പ്രതിഫലമെല്ലാം നല്ലതായിരുന്നു. ദൈവം എനിക്ക് നല്ല ദാനത്തെ നൽകി. യേശുക്രിസ്തുവിൻ്റെ വലിയമ്മയായി തീരാനുള്ള ഭാഗ്യം ലഭിച്ചത് ലേയയ്ക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ലേയ നമ്മുടെ വലിയമ്മച്ചിയാണ്. യേശുക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിൽ. അങ്ങനെയെങ്കിൽ ലേയ പുതിയ നിയമ ചരിത്രത്തിലെ ഒരു വലിയമ്മയാണ്, യഹൂദയുടെ മാതാവാണ്. ആ ഗോത്രത്തിലാണ് കർത്താവ് ജനിച്ചത്, ദാവീദിൻ്റെ വംശാവലി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച ഈ ഭാഗത്ത് ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നു, നമ്മെ കേൾക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, നീ എനിക്ക് നല്ല ദാനത്തെ തരണമേ, നീ എന്നെ കർത്താവെ കൂലി തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ പ്രതിഫലം തരുവാനായിട്ട് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഞാൻ അതിനുവേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രത്യാശ മുഴുവൻ ആ ദിവസത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലെ ശിഷ്ടജീവിതം ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ, കുറച്ചു കാലമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശിഷ്ടകാലം ആ പ്രതിഫലം വാങ്ങാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ, ലജ്ജിക്കാതെ അവൻ്റെ സന്നിധിയിൽ നിൽപ്പാനുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.